ഒരു 17-18 വയസ്സുള്ള ചെറുപ്പക്കാരന് അച്ഛൻ കുറച്ച് കാശ് കൊടുക്കുന്നു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ കാശ് കൊണ്ട് തനിക്ക് കമ്പ്യൂട്ടർ സയൻസ് അല്ല മറിച്ച് കലയാണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് ഈ കാശ് കൊണ്ട് നാടകം കളിച്ച് പിന്നീട് മിമിക്രിയിലൂടെ നിരവധി സിനിമകൾ അഭിനയിച്ച് ഇപ്പോൾ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ ശ്രീ നന്ദു പൊതുവാളാണ് എൻ്റെ ഒപ്പം ഉള്ളത്. സർ നമസ്കാരം ചേട്ടാ. എന്തൊക്കെയാണ്, സുഖമല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മിമിക്രി വഴി പണ്ട് എയർകാഗോ ജോലിയിൽ നിന്ന് മിമിക്രി, നാടകം, അങ്ങനെ ഓക്കെ, അങ്ങനെ ലേലം എന്ന സിനിമയിലൂടെ ഇപ്പോൾ മോഹിനിയാട്ടം എന്ന ഒരു വമ്പൻ ഹിറ്റ് സിനിമയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജേണി, ഈ ഒരു യാത്ര എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? വളരെ സന്തോഷം. കാരണം സിനിമ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു വഴിയല്ല. സിനിമ വരുമെന്നോ പ്രൊഫഷണലിലേക്ക് ആകുമെന്നോ നടനാകുമെന്നോ നമ്മൾ അന്ന് ചിന്തിച്ചിട്ടില്ല. പക്ഷെ കലയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ ഈ കലയെ സ്നേഹിക്കാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം പ്രചോദനം വരുന്നത് ഈ കലാരംഗത്തേക്ക് വരുന്നത് വില്ലടിച്ചാൻ പാട്ടിനോട് വലിയ താല്പര്യമായിരുന്നു. അന്ന് അമ്പലത്തിൽ ക്ഷേത്ര കലകളിലൊരു പ്രധാന ഐറ്റമാണ് വില്ലടിച്ചാൻ പാട്ട്. കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, പുതിയ തലമുറയ്ക്ക് പഴയ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. കാരണം അമ്പലത്തിൽ അത് ഒരു 1.5 മണിക്കൂർ വില്ലടിച്ചിട്ട് ഭഗവത് കഥകൾ പറയുക. അപ്പോൾ 2 കോമഡിക്കാർ സൈഡിലുണ്ടാവും, അവരുടെ കോമഡിയൊക്കെ ആയിട്ട്. അതൊരു അട്രാക്ഷൻ ആയിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അതില്ല, കാണുന്നില്ല. പറവൂർ ഭാഗത്തൊക്കെയാണ് അത് കൂടുതലുണ്ടാവാറ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ വെറുതെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വീട്ടിലൊക്കെ. അത് കഴിഞ്ഞിട്ട് ഹാസ്യകലാപ്രകടനം എന്ന് പറഞ്ഞു അന്ന് മിമിക്രി തുടങ്ങിയിട്ടില്ല. മിമിക്രി 1-2 ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. മിമിക്സ് പരേഡുകളില്ല. മിമിക്രി ഉണ്ട്, മിമിക്സ് പരേഡുകളില്ല. അതിന് പ്രചോദനം കിട്ടിയത് കൊതുക് നാണപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. മലയാള സിനിമയിലൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം ഇല്ല, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, ബോംബെ ഹരേ കൃഷ്ണ ഹരേ രാമ. അവരുടെ ഒരു പ്രോഗ്രാമിന് പുള്ളി ഒരു 2 മണിക്കൂർ സ്കിറ്റ് കളിച്ചു. പുള്ളിയും 2 പേരും അസാധ്യ കോമഡി. ഒരു നാടകത്തിന് മുമ്പ് ഒരു 1.5 മണിക്കൂർ ഇവരുടെ പരിപാടിയായിരുന്നു. FACT-യിലാണ്. FACT-ക്ക് പ്രതിമാസ പരിപാടി ഉണ്ടാവാറുണ്ട്. ഞാൻ താമസിച്ചിരുന്നത് ഏലൂരാണ്. FACT ERED എൻ്റെ അച്ഛൻ HIL-ലായിരുന്നു. അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ പ്രതിമാസ പരിപാടി FACT-യിലെ തൊഴിലാളികൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ നമ്മൾ പരിചയമുള്ളതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ പാസ് കിട്ടി പോകും. നാടകം കാണാൻ പോകണം. നാടകത്തിന് മുമ്പ് ഇതുപോലെ 1 മണിക്കൂർ. ആ പരിപാടി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ കോപ്പി അടിക്കുക ചെയ്ത്. എന്നിട്ട് ഞാൻ 2 പേരെ ചേർത്ത് ക്ലബ്ബുകളിൽ, അമ്പലപ്പറമ്പിൽ, പള്ളിപ്പറമ്പിലൊക്കെ 1/2 മണിക്കൂർ പ്രോഗ്രാം ചെയ്യുമായിരുന്നു. ചെറിയ പൈസ കിട്ടുള്ളൂ, 15 രൂപ 20 രൂപയൊക്കെ ഉള്ളൂ എന്ന്. അന്നത് വലിയ ഒരു ഇതാണ്. അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം. അവിടെ നിന്ന് പിന്നെ ഇതുപോലെ നമ്മുടെ നാട്ടിൽ നാടകം ചെയ്യുന്ന ചില അമച്വർ ആർട്ടിസ്റ്റുകളുണ്ടാവും. അവരൊക്കെ കൂടെ ചേർന്നിട്ട് നാടകം സംഘടിപ്പിച്ചു. നാടകം സംഘടിപ്പിച്ചപ്പം എല്ലാവരും കുറേശ്ശെ കാശ് വേണം. അപ്പം എനിക്കന്ന് വേറെ വരായികയൊന്നുമില്ല. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിൽ കാർഡ് പഞ്ച് ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ആദ്യത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. അത് പഠിക്കാനായിട്ട് ഡാറ്റ മാറ്റിക്സിൽ പോയി ചേർന്നു. പാസ്സായി. സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് ഫീസ് അടയ്ക്കണം. ആ ഫീസ് എടുത്ത് ഞാൻ ഇവിടെ ഇറക്കി. അത് അച്ഛൻ വലിയ പ്രശ്നമാക്കി. ആ പ്രശ്നമായ ശേഷം അച്ഛൻ വിചാരിച്ചു ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. ഈ കലയായിട്ട് നടന്നു കഴിഞ്ഞാൽ പഠിത്തത്തിൽ ഇത്തിരി കുഴപ്പമൊന്നും. അച്ഛൻ്റെ റിലേറ്റീവ്സൊക്കെ ബോംബെയിൽ, അമ്മയുടെ ഹൈ റിച്ച്, എല്ലാവരും വളരെ ഗംഭീര പൊസിഷനിലിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ അവരുടെ ഒരു അമ്മാവനും കൂടെ കഴിയാം. അച്ഛൻ അവരെ വിളിച്ചു പറഞ്ഞു വല്ലതും രക്ഷ. അവർ നോക്കട്ടെ എന്ന് പറഞ്ഞോളൂ. എന്ന് മുഴുവനാക്കിയില്ല. അതിന് മുമ്പ് എന്നെയും കൊണ്ട് ഇവിടുന്ന് പോയി ബോംബെയിലെത്തി. പിന്നെ 10-15 വർഷക്കാലം ബോംബെയിലായിരുന്നു. ബോംബെ ചെന്നിട്ട് ഞാൻ ആദ്യത്തെ 1-2 വർഷം ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ജോലി എയർ കാർഗോ ഓഫീസിലായിരുന്നു. ജോലിയിൽ തന്നെ അവിടെ ഇതുപോലെ ഒരു നാടകം കാണാൻ പോയിട്ട് ഒരാൾ നിർബന്ധിച്ചുകൊണ്ടായിരുന്നു. ഞാൻ പോയില്ലായിരുന്നു. അപ്പം അവിടെ ഒരു മിമിക്രി, ആ മിമിക്രി കേട്ടിട്ട് അസാധ്യം. മമ്മൂക്കയൊക്കെ ആദ്യമായിട്ട് അനുകരിക്കുന്ന ഒരു മിമിക്രി പോയി പരിചയപ്പെട്ടു. അതാണ് അബി. അവിടെ 2.5 വർഷം സാനിറ്ററി ഫുഡ് ഇൻസ്പെക്ടേഴ്സ് കോഴ്സ് പഠിക്കാൻ വന്ന ഫുഡ് ഇൻസ്പെക്ടറെ. പിന്നെ ഞാൻ അവനുമായിട്ട് ചേർന്നു. ഞങ്ങളൊരു ഗ്രൂപ്പായി. അവൻ എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി ഹോസ്റ്റലിൽ നിന്ന്. ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചു. ഒരുമാതിരി മുക്കിലും മൂലയിലും ഒക്കെ ഞങ്ങൾ ധാരാളം പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളെ ഇൻവിറ്റേറ്റ് ചെയ്യും, നമ്മൾ കോമഡി സ്കിറ്റ് കളിക്കും. അങ്ങനൊരു സംഭവം വന്ന് അവിടെ തരങ്കിണി ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ടൊരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. അവരുമായി പരിചയപ്പെട്ട് അതിൻ്റെ ഒരു ഇൻചാർജായി. എല്ലാ വർഷവും അവാർഡ് നൈറ്റ്. അങ്ങനെയാണ് ഞാൻ സിനിമാക്കാരായിട്ട് ബന്ധം. എല്ലാ വർഷവും അവാർഡ് നൈറ്റ്, ഗൾഫ് ടൂർ ഉണ്ട്. ഇവിടെ നിന്ന് കുറേ ബാക്ക് സിംഗേഴ്സിനെ കൊണ്ടുപോകും. പാട്ടുകാരൻ മാർക്കോസ് ഏട്ടൻ, ഉണ്ണിമേനോൻ, അങ്ങനെ എല്ലാവരും കൊണ്ടുപോയി. നമ്മളെ ഓർക്കസ്ട്ര, നമുക്ക് ഓർക്കസ്ട്ര അവിടെ കൊടുക്കും. അവർ തന്നെ ഗൾഫിൽ പോകും.
അവിടെ നിന്ന് ഞാൻ 6 വർഷം കഴിഞ്ഞപ്പോൾ ജോലി വിട്ടു. എനിക്ക് ജോലിയോട് ഒട്ടും ഇരിക്കാൻ പറ്റില്ല. കാരണം അടക്കപ്പെട്ട ഒരു 10 മണിക്ക് ചെന്നാൽ 5-6 മണി വരെ ഇരിക്കണം. ഇടയ്ക്ക് എയർപോർട്ട് ഡ്യൂട്ടി ഉണ്ട് രാത്രിയൊക്കെ. എനിക്കത് ഇതാണ് മനസ്സിലൊക്കെ എന്നും വൈകുന്നേരം പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഈ 6 മണിക്ക് വിട്ടിട്ട് പ്രോഗ്രാമിനെത്തില്ല. എന്തെങ്കിലുമൊക്കെ ഇത് പറഞ്ഞ് നേരത്തെ ഇറങ്ങും. അതൊക്കെ ഒരു ബാഡ് ഹിസ്റ്ററി ആയി. അവിടെ ഡ്യൂട്ടിക്ക് വരാറില്ല, കുഴപ്പമൊന്നും, ലീവ് എടുക്കുന്നു, മെഡിക്കൽ ലീവ് എടുക്കുന്നു. അങ്ങനെയൊക്കെ ആയി ഞാൻ ഒരു വലിയ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം. 5 പ്രോഗ്രാം ഒന്നിച്ചാണ്. മാർക്കോസേട്ടൻ്റെ ഗാനമേള മിനി. അന്ന് അഭി നാട്ടിൽ വന്നിട്ട് തിരിച്ചാവൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എൻ്റെ മനസ്സ് മുഴുവൻ അവിടെയാണ്. അപ്പം 5 ദിവസം ലീവ് കിട്ടില്ല. എന്ത് ചെയ്യുന്ന വെച്ചു ഞാൻ മഞ്ഞപ്പിത്താന്നും പറഞ്ഞ് ലീവ് എടുത്തു. അങ്ങനെ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഇതാരോ കടിച്ച് അവസാനം ഒരു ഒന്നുമില്ലെങ്കിൽ നമ്മൾ റിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ റിസൈൻ ചെയ്തു. കാരണം ടെർമിനേറ്റ് ചെയ്ത പൈസ ഒന്നും കിട്ടില്ല. റിസൈൻ ചെയ്തു. പിന്നെ ഫുൾ ടൈം പ്രോഗ്രാം കലയായിരുന്നു. അവിടെ നിന്നാണ് കുറേ കഴിഞ്ഞപ്പം അവിടുത്തെ പ്രോഗ്രാമിനൊക്കെ കുറേ ഷൺമുഖാനന്ദാണ് നമ്മുടെ മെയിൻ സ്റ്റേജിൻ്റെ അവിടെ സൈഡിൽ, ഏഷ്യയിലെ നമ്പർ 1 സ്റ്റേജാണ്. ആ സ്റ്റേജ് കത്തിയോടുകൂടി കുറേ പ്രോഗ്രാം നിന്നു. ഇപ്പോൾ സ്റ്റേജ് 2ാമത് വന്നു. പിന്നെ പ്രോഗ്രാമുകൾ കുറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പലരും ദുബായി ജോലി കിട്ടി. ഒരാൾ യേശുദാസിൻ്റെ കൂടെ, ദാസേട്ടൻ്റെ കൂടെ പോയി. ഓർക്കസ്ട്രയും പതുക്കെ സ്പ്ലിറ്റായി. അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഞാനിവിടെ ഉള്ളപ്പോൾ അബി എന്നെ അന്ന് അബി കലാഭവനിൽ കളിച്ചിട്ട് ഓസ്കർ വേറെ ട്രോഫി കയറിയിരിക്കുക. കലാഭവനിൽ വിട്ടിട്ട് അവൻ പറഞ്ഞ് എൻ്റെ കൂടെ വന്നു. അങ്ങനെയാണ് ഞാൻ മ്യൂസിക് പീരിയഡിൽ ഓസ്കറിലാണ് തുടങ്ങുന്നത്. പിന്നെ കൊച്ചിൻ സാഗർ നമ്പർ ഒരു രൂപീകരിച്ച് പുതിയ അതിൽ വെച്ചാണ് ദിലീപിനെ പരിചയപ്പെടുന്നത്. ദിലീപ്, സാഗർ ഷിയാസ്, കോട്ടയം നസീർ, സലീം കുമാർ, അങ്ങനെ ഒരുമാതിരി ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു അവിടെ നിന്നാണ് തുടങ്ങി. പിന്നെ മോഹിനിയാട്ടം പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ആദ്യം ജോയിൻ ചെയ്തു ലേലത്തിൽ. അത് എനിക്കൊരു നല്ല ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ നമ്പർ 1 ആൾക്കാരായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. ഡയറക്ടർ ജോഷി സാറ്, രഞ്ജി പണിക്കർ സാറ്, സുരേഷ് ഗോപി ചേട്ടനന്ന് കത്തി നിൽക്കുന്ന സമയം, 7 ആർട്സ് ബാനർ, 7 ആർട്സ് മോഹനേട്ടൻ ലീഡിങ് കൺട്രോളർ, അങ്ങനെ റെസിഡൻ്റായിട്ടാണ്. അപ്പം നല്ല പടവും കിട്ടി ലേലം. അവിടുന്ന് പിന്നെ ജോഷി സാറിൻ്റെ കൂടെ കുറേ പടങ്ങൾ ചെയ്തു. പിന്നെ പ്രിയദർശൻ സാറിൻ്റെ പടങ്ങൾ ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ മോഹിനിയാട്ടം എന്നൊരു ഭരതനാട്യത്തിന് ശേഷം ഒരു ബ്ലോക്ക് ബസ്റ്റർ ആണല്ലേ. അപ്പൊ ചേട്ടനൊരു കഥാപാത്രത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു അശോകൻ എന്ന് പറയുന്ന കഥാപാത്രം ഇത് എല്ലാവരും മനസ്സിൽ നിൽക്കും. കാരണം ഫാമിലി എന്ന് പറയുന്നത് എന്താ പറയാ, ആദ്യം കോമഡിയായി ഒരു ഡാർക്ക് ഹ്യൂമർ ആയിട്ട് വരുന്നതാണ്. പക്ഷെ അതില് ചേട്ടനൊരു ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതായത് പിന്നെ കാക്കൊല്ല പരീക്ഷ ഡയലോഗില്ലേ, കാക്കൊല്ല പരീക്ഷയാണ് മകനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്തരം രംഗങ്ങളും കോമഡികളൊക്കെ ഒരു നല്ലൊരു റോൾ തന്നെയാണ് മോഹിനിയാട്ടത്തിൽ നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു റോളാണ് ഭരതനാട്യത്തിൽ. കാരണം ഭരതനാട്യത്തിൽ ഞാനിത് പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. ഞാൻ സുരേഷ് ഗോപിച്ചേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് ചെന്നപ്പം ഷൈജു കുറുപ്പിനെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഷൈജു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഒരു വിളി വരും, ഒരു ഉഗ്രം വിളിയായിരിക്കും, അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഷൈജു അങ്ങനെ തള്ള അടിക്കുന്ന ആളല്ല, സ്ട്രേറ്റ് ഫോർവേഡാണ്. ശരി വിളിക്കട്ടെ ഷൈജു എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഡയറക്ടർ കൃഷ്ണദാസ് മുരളി എന്നെ വിളിച്ചു, നമുക്ക് കാണണമല്ലോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പ്രിയൻ സാറിൻ്റെ ഒരു പടം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, പ്രൊഡക്ഷൻ ലൊക്കേഷനിൽ വന്നു, കഥ പറഞ്ഞു. ഈ 30 വർഷം ജീവിതത്തിനിടയിൽ എൻ്റെ അടുത്ത് വന്ന് കഥ പറയുന്ന ആദ്യത്തെ പടമാണ് ഭരതനാട്യം. ബാക്കി എല്ലാ പടങ്ങളിൽ നിന്ന് വിളിച്ച ഒരു വേഷമുണ്ട്, ചെറുതാണ്, കുഴപ്പമില്ല, കോമ്പിനേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇത്രയും വിളിക്കാറുള്ളൂ, കാര്യം എന്താണെന്ന് പറയില്ല, ചെന്ന് കഴിഞ്ഞിട്ടേ പറയും ഇതാണ് ക്യാരക്ടറെന്ന്. ഇതാദ്യമായിട്ട് ഒരാൾ കഥ പറഞ്ഞു, നല്ല കഥയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ ഞാൻ ചെയ്യും. കാരണം ഒരു പടം വന്നിരിക്കുന്നത് ത്രൂ ഔട്ട്. ഇതിന് മുമ്പ് 2 ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും പടം അങ്ങനെ ഹിറ്റായില്ല. നമ്മൾ ചെയ്ത എല്ലാ പടങ്ങളിലും നല്ല ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളാണ് കിട്ടിയിരുന്നത്. ഇത് ഭരതനാട്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ മോഹിനിയാട്ടത്തിലും ചെയ്തു. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ ആ ലൊക്കേഷനിലുള്ള? ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കുടുംബം പോലെയായിരുന്നു. നമുക്ക് അവിടെ ചെന്നതിൽ കുറച്ചുകൂടി സീനിയറിലാണ് ഞാൻ, ഷൈജു കുറുപ്പും ഞാനൊക്കെ ആയിരുന്നു സീനിയർ ആർട്ടിസ്റ്റുകൾ. പിന്നെ കലാരഞ്ജലി ചേച്ചി, ശ്രീജ ചേച്ചി ഒക്കെ. അപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചും തമാശ പറഞ്ഞു ഒരു ഷൂട്ടിംഗ് ഫീൽ ഉണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ എത്രയോ പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരോടി കയറി ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കസേരിട്ട് എവിടെയെങ്കിലും അങ്ങോട്ടും കൂടി കളിയാക്കി, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. നമുക്കത് ഫിലിം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ഒരു ടെൻഷനോ ഒരു വഴക്കുണ്ടാക്കലോ ഒരു സാമ്പത്തിക പ്രശ്നമോ ഒന്നും അവിടെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ ഭരതനാട്യമാണോ മോഹിനിയാട്ടമാണോ കുറച്ചുകൂടെ ചേട്ടത് ഒരു ഫേവറേറ്റ്? മോഹിനിയാട്ടമാണ് ജനങ്ങളെ നമ്മൾ ചിരിപ്പിച്ചുകൊണ്ട് നടന്നിരുന്ന ആൾക്കാരല്ലേ. തീർച്ചയായും മോഹിനിയാട്ടമായിരിക്കും. ഓക്കെ, ഭരതനാട്യം നല്ല കഥയാണ്. അതെ, കുറച്ചുകൂടെ ഹ്യൂമർ ഉള്ളത്. കുറേ ആൾക്കാർക്ക് ഫാമിലി നോക്കിയിട്ട് ഭരതനാട്യം ഇഷ്ടപ്പെടുന്നവർ കുറേ പേരുണ്ട്.
ഓക്കെ. ചേട്ടൻ കേട്ടിട്ടുണ്ട് ലാലേട്ടനുമായിട്ടുള്ള ഒരു ആത്മബന്ധം പലപ്പോഴും അതൊരു ജീവിതത്തിൽ കിട്ടിയൊരു ഭാഗ്യം. സാറിൻ്റെ എല്ലാ പടങ്ങളിലും വർക്ക് ഭയങ്കര ഒരു 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 ഭാഗ്യമാണ് ചെയ്യാൻ അത്. സാധിച്ചു. അതെ അതെ അതെ. അദ്ദേഹം നമ്മളെ ഒരുപാട് വർക്കിൽ സഹായിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പം നമ്മൾ തന്നെ ആയിരിക്കും കോർഡിനേഷൻ. അങ്ങനെയൊക്കെ ഒരു അതെ ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. എല്ലാവരോടും ഒരേപോലെ ചെയ്യുന്ന ആളാണ്. അതെ അതെ. അപ്പൊ അത്രയും നല്ലൊരു ആത്മബന്ധമാണ് അല്ലേ. ഇങ്ങനെ സംവിധായകന്മാർക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ലാലേട്ടൻ പറഞ്ഞു, ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ലാലേട്ടൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല സന്തോഷവും സാറൊക്കെ ആയിട്ട് ഒരു വർക്ക് ചെയ്യാൻ കിട്ടിയത് തന്നെ ഒരു ഭാഗ്യം. അതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പെരുമാറാനും ലാൽ സാറായിട്ട് അതെ മമ്മൂക്കായിട്ട് ഞാൻ കുറച്ചേ വർക്ക് ചെയ്തിട്ടുള്ളൂ. വിരളം പടങ്ങളാണ് അറിയാം. പരിപാടിയിലൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യെങ്കിലും കൂടുതൽ അടുത്ത് വർക്ക് ചെയ്തിട്ടില്ല. അതെ. ഓക്കെ. പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്നു ദിലീപും സുരേഷ് ഗോപി ചേട്ടനും. സുരേഷിൻ്റെ അടുത്താണ് ആദ്യം വർക്ക് ചെയ്യുന്നത്. ലേലം ശരി. ആ ലേലം പത്രം വാഴുന്നവരവരെ കണ്ടിന്യൂസ് ആയിരുന്നല്ലോ. അതെ അതെ അതെ. അപ്പോൾ ചേട്ടാ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ട് അച്ഛൻ പൈസ തന്നു പറഞ്ഞു ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പൈസ എടുത്ത് നാടകം കളിക്കാൻ പോയി, പിന്നീട് മിമിക്രി. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പുകിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പൈസ എടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാത്ത എന്താണെന്ന് അന്വേഷിക്കും. അപ്പോൾ എന്നിട്ട് സർട്ടിഫിക്കറ്റ് പൈസ കൊടുത്താലേ സർട്ടിഫിക്കറ്റ് വരും. അങ്ങനെയാണ് അച്ഛൻ അറിഞ്ഞത്. അപ്പോൾ വീട്ടിലെന്തെങ്കിലും പറയും. അല്ലാതെ വലിയ വഴക്കൊന്നുമില്ല. അതൊക്കെ കാരണമാണ് പുള്ളി ഇവിടെ നിന്ന് വിടാന്ന് വിചാരിച്ചു പറഞ്ഞു വിടാന്ന്. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ. ആദ്യമൊക്കെ എതിരായിരുന്നു. ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അച്ഛൻ അത്യാവശ്യം നാടകം കളിക്കുന്ന ഒരാളായിരുന്നു. ഇന്റർ സ്റ്റേറ്റ് നാടകങ്ങൾ കമ്പനിയിൽ, പ്രൊഫഷണൽ തിയേറ്റർ അല്ല, കമ്പനി കോമ്പറ്റീഷൻ ഒക്കെ വരില്ലേ, അതിലൊക്കെ ഫസ്റ്റ് അവാർഡ് തമ്പി തലവൊക്കെ കളിച്ച് ഫസ്റ്റ് അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള. അതുകൊണ്ട് പുള്ളിക്ക് ആ രംഗത്തേക്ക് നമ്മൾ പോകുന്നതിലൊന്നും താല്പര്യമില്ല. നാടകം മോശമായിട്ടല്ല, പഠിക്കണം, ജോലി വാങ്ങിക്കണം, അങ്ങനെ ഒരു ഇതായിരുന്നു. ചേട്ടാ, അപ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ചില സമയത്ത് ഈ ഹോട്ടലുകളൊക്കെ ഈ പൈസ കൊടുക്കേണ്ട സമയത്തൊക്കെ ഈ പറഞ്ഞ ചേട്ടൻ തന്നെ പണയം കിടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ഈ ചില സെറ്റപ്പുകൾ എല്ലാ പ്രൊഡ്യൂസേഴ്സും ഒന്നുമല്ല. ചില പ്രൊഡ്യൂസേഴ്സ് വലിയ ആരംഭശൂരത്തോടൊക്കെ വന്നിട്ട് അവസാനം പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടു. അപ്പോൾ പാക്കപ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ ബ്രേക്കായി പോകേണ്ടി വരുമ്പോൾ ഹോട്ടൽ ബില്ല് അടയ്ക്കാൻ കാശുണ്ടാവില്ല. അപ്പോൾ അവർ വിടുമോ? അവർ വിടില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രൊഡക്ഷനിൽ ഏതെങ്കിലും ഒരാൾ ഞാൻ കിടന്നുണ്ട്, അല്ലാതെ വേറെ ഒരുപാട് പേര് അവർ ഹോട്ടലിൽ സ്റ്റേ ചെയ്യും, ഒരു താമസം തരും. അപ്പോൾ പൈസ സെറ്റിൽ ചെയ്തതിന് ശേഷം പുള്ളിയെ വിടുള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകും. പക്ഷെ പല ഹോട്ടലുകാരും 10 ദിവസം കഴിയുമ്പോൾ വിടും. കാരണം ഇയാൾ പൈസയും വരുന്നത് കാണില്ല. അവരെത്ര നാൾ ഇങ്ങനെ റൂം കൊടുക്കും. ചിലരൊക്കെ പറഞ്ഞു കൊടുക്കും, ചിലർ പൈസ വാങ്ങിച്ചിട്ടേ കൊടുക്കും. അങ്ങനെ എനിക്ക് മാത്രമല്ല, എൻ്റെ സീനിയറായ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്.